ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നൊരു അറബിക് ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കബാലിയത്ത് എന്നാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ബിരിയാണിയുടെയും കബ്സയുടെയും ഒക്കെ നടുക്ക് നിൽക്കുന്ന ഒരു നല്ല അടിപൊളിയായി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. വലിയ ഉള്ളിയാണെങ്കിൽ ഇത് 4 മതിയാവും. പിന്നെ ഒരു 5-6 പച്ചമുളക് വേണം. പിന്നെ ഒരു ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും ഒരു ക്യാരറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടെ വേണം. കുറച്ച് വലിപ്പത്തിലുള്ള ക്യാരറ്റും ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇവ രണ്ടും പേസ്റ്റ് ആക്കിയത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം വേണം. പിന്നെ മല്ലിയില വേണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചിക്കൻ്റെ ക്യൂബ്, പിന്നെ കബ്സ മസാല ഒരു 2 ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഇവിടെ ഞാനൊരു 1 കിലോ ചിക്കൻ എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഉപ്പ് വരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്നൊന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ആദ്യമേ തന്നെ ഉപ്പ് പരക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ളിയിൽ ചേർത്താൽ മതി. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നു വന്ന സമയത്ത് ഞാനിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് പേസ്റ്റ് ആക്കണം നിർബന്ധമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ചേർക്കുന്നത് അങ്ങനെ തന്നെ ചേർക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതായത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചിക്കൻ്റെ ക്യൂബ്, ഇത്രയും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ കബ്സ മസാലയും കൂടെ ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് വരക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ചില ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ നിന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. ചിക്കൻ ഒരു 1/4 വേവ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ മസാലക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്.
അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളിതിൻ്റെ റൈസാണ് റെഡിയാക്കുന്നത്. റൈസ് എന്ന് പറയുന്നത് ബസുമതി റൈസാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 4 കപ്പ് ബസുമതി റൈസ് ഞാൻ 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ വളരെ കുറച്ച് അളവിൽ മാത്രം ചേർത്താൽ മതി. ബസുമതി റൈസാണ് ഈ കബാലിയത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ബസുമതി അരി ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി ഉപയോഗിച്ചാൽ മതി. ബസുമതി അരി ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ 1 മണിക്കൂർ മുന്നേ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 4 ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ 6 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബും 1/2 ടീസ്പൂൺ കപ്സ മസാലയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മൾ ചോറിന് ഉണ്ടാവുക. വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചോറിന് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ബസുമതി അരിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കബാലിയത്തിൻ്റെ മസാലയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ മസാല ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ടേസ്റ്റായിരിക്കും ഈ ചോറ് കഴിക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ കബാലിയത്തിൻ്റെ റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വെലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കബാലിയത്ത് റൈസ് ബിരിയാണി പോലെ ദം ചെയ്യൊന്നും വേണ്ട. ഇത് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കബാലിയത്ത് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയൊക്കെ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടും. ആദ്യമേ തന്നെ ഇങ്ങനെ മസാല ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ വിളമ്പാൻ നേരം പ്ലേറ്റിലേക്ക്
ചോറ് വെച്ച് കൊടുത്തിട്ട് പിന്നീട് മസാല വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ അതൊക്കെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതുമയാർന്ന ഒരു രുചി തന്നെയാണ് കബാലിയത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻസായിട്ട് അയയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.